ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരള PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിരിക്കുന്ന ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിൽ നിന്നുള്ള ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബോത്ത് NPN ആൻഡ് PNP ട്രാൻസിസ്റ്റേഴ്സ് ആർ ഈക്വലി യൂസ്ഫുൾ ഇൻ ഇലക്ട്രോണിക് സർക്യൂട്ട്സ്. ഹവർ NPN ട്രാൻസിസ്റ്റേഴ്സ് ആർ, അതായത് നമ്മൾ NPN ട്രാൻസിസ്റ്റേഴ്സ് ആണ് കൂടുതലായിട്ടും യൂസ് ചെയ്ത് കാണുന്നത്. പക്ഷേ NPN ഉം PNP ട്രാൻസിസ്റ്റേഴ്സ് അവൈലബിൾ ആണ്. അത് രണ്ടും ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ NPN കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യാനുള്ള റീസൺ എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഹയർ സ്വിച്ചിങ് സ്പീഡ് ആണ്. അതായത് നമുക്കറിയാം NPN എന്ന് പറയുമ്പോൾ അത് എന്തായിരിക്കും, ഇവിടെ കൂടുതലും ഇവിടുത്തെ ചാർജ് ക്യാരിയേഴ്സ്, പ്രൈമറി ചാർജ് ക്യാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. PNP-യിലാണെങ്കിൽ ഹോൾസ് ആണ്. ഇലക്ട്രോൺസും ഹോൾസും തമ്മിലുള്ള മൊബിലിറ്റിയുടെ ഡിഫറൻസ് നമുക്കറിയാം. മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് മൊബിലിറ്റി ഓഫ് ഹോൾസിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസ് മൂവ് മോർ ക്വിക്ലി ത്രൂ സെമി കണ്ടക്ടർ മെറ്റീരിയൽ. അതുകൊണ്ട് തന്നെ എന്താണ്, ഫാസ്റ്റ് സ്വിച്ചിങ് ആണ്. ഫാസ്റ്റ് സ്വിച്ചിങ്ങിന് റീസൺ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസിന്റെ മൊബിലിറ്റി ഹോൾസിനേക്കാൾ കൂടുതലായതുകൊണ്ടാണ് ഇവിടെ ഹയർ സ്വിച്ചിങ് സ്പീഡ് വരുന്നത്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ വരുന്നത്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The forward voltage across the base emitter PN junction of transistor is referred to as. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു ട്രാൻസിസ്റ്റർ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു NPN ട്രാൻസിസ്റ്റർ ആണ്. ഇത് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഫോർവേഡ് വോൾട്ടേജ് അക്രോസ്, ഇവിടെ ഏതാണ്, ഇത് ബേസ് ആണ്, ഇത് കളക്ടർ ആണ്, ഇത് എമിറ്റർ ആണ്. ഇവിടുത്തെ ഫോർവേഡ് വോൾട്ടേജ് അക്രോസ് ബേസ് എമിറ്റർ ജംഗ്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ ജംഗ്ഷൻ അക്രോസ് ഉള്ള ഫോർവേഡ് വോൾട്ടേജ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്കറിയാം എന്തായിരിക്കും, VBE ആയിരിക്കും. VBE. ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന VEB, A ആണ് ഇവിടുത്തെ ആൻസർ വരിക. ഓപ്ഷൻ A VEB ആയിരിക്കും നമ്മുടെ വോൾട്ടേജ് അക്രോസ് ബേസ് എമിറ്റർ ജംഗ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കളക്ടർ ബേസ് ജംഗ്ഷൻ അക്രോസ് ഉള്ളത് VCB-യും അതേപോലെ കളക്ടർ എമിറ്റർ ജംഗ്ഷൻ അക്രോസ് ഉണ്ടാവുന്നത് VCE-യും ആണ്. കാരണം ആക്റ്റീവ് റീജിയനിലും കട്ട് ഓഫ് റീജിയനിലും വരുമ്പോൾ നമ്മുടെ ഈ ഒരു ട്രാൻസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയാണെന്നുള്ളത് നോക്കുന്നതാണ് ഈ VCB എന്ന് പറയുന്നത്. നമുക്കറിയാം സപ്ലൈ വോൾട്ടേജിന് നമ്മൾ VCC എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ കളക്ടർ ടെർമിനലിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്നും VCC എന്ന് പറയാം. ഓക്കെ, സോ ഇവിടെ ഓപ്ഷൻ A ആണ് റൈറ്റ് ആൻസർ. VEB ആണ് ആൻസർ വരിക. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Maximum possible collector current IC max of a transistor BC548. ഇവിടെ BC548 എന്നൊരു ട്രാൻസിസ്റ്ററിന്റെ സ്പെസിഫിക് ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ കറണ്ട് മാക്സിമം എന്തായിരിക്കും എന്നാ പറഞ്ഞേക്കുന്നത്. സാധാരണ നമ്മൾ ഡേറ്റാ ഷീറ്റിൽ പറഞ്ഞിരിക്കുന്നത് 500 മില്ലി ആംപിയർ വരെ വരും എന്നാണ് പറഞ്ഞിരിക്കുക. ഇവിടെ നമുക്ക് ഓപ്ഷനിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ഓപ്ഷൻ സി 200 മില്ലി ആംപിയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ സി ആണെന്ന് പറയാം. PSCയുടെ ആൻസർ കീയിലും ഓപ്ഷൻ സി 200 മില്ലി ആംപിയർ ആണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ മാക്സിമം പെർമിസിബിൾ കളക്ടർ കറണ്ട് IC മാക്സ് എന്ന് പറയുന്നത് 200 മില്ലി ആംപിയർ ആയിരിക്കും. എന്തിന്റെ കേസിലാണ്, BC548 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററിന്റെ കേസിൽ. Moving on to the next question. The phase relationship between input and output waveform in common emitter configuration. Common emitter configuration le input and output waveformന്റെ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കോമൺ എമിറ്ററിൽ നമ്മൾ ഇങ്ങനെ ഒരു വേവ് ഫോം ഇൻപുട്ടിൽ കൊടുത്താൽ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക അതിന്റെ ഇൻവേർട്ട് ആയിട്ടുള്ള ഫോം ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കും. അതിന്റെ മീനിങ് എന്താണ്, ഇവിടെ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ട്. ഓക്കെ, 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഫസ്റ്റ് ലെറ്റർ ഇൻഡിക്കേറ്റഡ് ഇൻ ദ ട്രാൻസിസ്റ്റർ കോഡ് BC107? BC107 എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ട്രാൻസിസ്റ്റർ ആണ്. ഇതിന്റെ ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള B ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇതൊരു സിലിക്കൺ മെറ്റീരിയൽ കൊണ്ടാണ് ഫാബ്രിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ A സിലിക്കൺ മെറ്റീരിയൽ ഈസ് യൂസ്ഡ് എന്നുള്ളതാണ് ഇവിടെ ആൻസർ വരിക. ജർമേനിയം ആയിരുന്നു യൂസ് ചെയ്തിരുന്നെങ്കിൽ അവിടെ A എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുക. അത് മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന C എന്ന് പറയുന്നത് ഇത് ഒരു ലോ ഫ്രീക്വൻസി ട്രാൻസിസ്റ്റർ ആയിട്ടാണ്
യൂസ് ചെയ്യുന്നത് ലോ ഫ്രീക്വൻസി ട്രാൻസിസ്റ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഓഡിയോ ഫ്രീക്വൻസി ആപ്ലിക്കേഷന് യൂസ്ഫുൾ ആണെന്നാണ് ഈ സി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ഡേറ്റ ഷീറ്റിലുള്ള നമ്പേഴ്സ് പല ട്രാൻസിസ്റ്റേഴ്സിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നമ്പറാണ് 107 എന്ന് പറയുന്നത്. ബി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സിലിക്കൺ ആണ്. സി എന്ന് പറയുന്നത് ലോ ഫ്രീക്വൻസി അതായത് ഓഡിയോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിനൊക്കെ ഇത് യൂസ്ഫുൾ ആണെന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the most widely used type of biasing in linear transistor circuit. നമുക്കറിയാം പലതരത്തിലുള്ള ബയാസിംഗ് ഉണ്ട്. അതിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ബയാസിംഗ് എന്ന് പറയുന്നത് വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് ആണ്. ഇവിടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. വോൾട്ടേജ് ഡിവൈഡർ ബയാസ് എന്ന് പറയുന്നതിന്റെ അനദർ നെയിം എന്ന് പറയുന്നത് സെൽഫ് ബയാസ് എന്നാണ്. സെൽഫ് ബയാസ് എന്ന് അറിയപ്പെടുന്നുണ്ട്. അത് നമുക്ക് എന്തുകൊണ്ടാണ് അത് കോമൺലി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ പോയിന്റ് സ്റ്റെബിലൈസ് ചെയ്യാൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ബയാസിംഗ് എന്ന് പറയുന്നത് വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് ആണ്. അതേപോലെ തന്നെ വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊണ്ടുവരും. നെഗറ്റീവ് ഫീഡ്ബാക്ക് എഫക്ട് കൊണ്ടുവരുമ്പോൾ തന്നെ ഇൻപുട്ട് കറണ്ടിലെ ചേഞ്ചസ് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്ത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് പോയിന്റ് നിലനിർത്താൻ പറ്റും. DC ലോഡ് ലൈനിന്റെ മിഡിലായിട്ട് തന്നെ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഫിക്സ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല നമുക്കറിയാം നമുക്ക് ട്രാൻസിസ്റ്റേഴ്സിൽ യൂസ് ചെയ്യുന്ന വോൾട്ടേജ് ഡിവൈഡർ ബയാസ് നമ്മൾ റെസിസ്റ്റേഴ്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സിമ്പിൾ ആയിരിക്കും അതിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ വോൾട്ടേജ് ഡിവൈഡർ ബയാസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് ബീറ്റ ആണ്. ബീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആണ്. അത് ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. ക്യൂ പോയിന്റിനെ മിഡിലായിട്ട് കീപ്പ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ സി വോൾട്ടേജ് ഡിവൈഡർ ബയാസ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോമൺ കളക്ടർ കറണ്ട് ഗെയിൻ ഗാമ ഓഫ് എ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ഈസ് 10. ദ വാല്യൂ ഓഫ് ഇറ്റ്സ് കോമൺ ബേസ് കറണ്ട് ഗെയിൻ വിൽ ബി. ഇവിടെ നമുക്കറിയാം എന്താണ് പറഞ്ഞിരിക്കുന്നത്, കറണ്ട് ഗെയിനിന്റെ വാല്യൂസ് ആ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് തന്നിരിക്കുന്നത് ഒന്ന് എടുത്ത് എഴുതാം. കളക്ടർ കറണ്ട് ഗെയിൻ എന്ന് പറയുന്നത് കോമൺ കളക്ടർ കറണ്ട് ഗെയിൻ എന്ന് പറയുന്നത് ഗാമ, അതിന്റെ വാല്യൂ പറഞ്ഞിട്ടുണ്ട് 10 ആണ്. അതേപോലെ തന്നെ കോമൺ ബേസ് കറണ്ട് ഗെയിൻ ആയിട്ടുള്ള ആൽഫ എന്ന് പറയുന്നതാണ് ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത്. നമുക്കറിയാം കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലെ കറണ്ട് ഗെയിനിന്റെ ഇക്വേഷൻ എന്താണ്, വാല്യൂ എന്താണ്, ബീറ്റ എന്നാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുക, ബീറ്റ. അപ്പോൾ ഇത് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. അതായത് നമുക്ക് ഗാമ എന്ന് പറയുന്നതിനെ ബീറ്റ ആയിട്ട് കണക്ട് ചെയ്താൽ ഗാമ ഈക്വൽ ടു ബീറ്റ പ്ലസ് 1 എന്നുള്ളതാണ്. അതേപോലെ തന്നെ ബീറ്റ ഈസ് ഈക്വൽ ടു ആൽഫ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ, ഇങ്ങനെയും പറയാം. അതേപോലെ ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബീറ്റ, ഇങ്ങനെയും പറയാം. അപ്പൊ ഈ 3 ഇക്വേഷൻസ് ഓർത്ത് വെച്ചിരിക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഈ 3 ഇക്വേഷൻസ് എന്ന് പറയുന്നതിൽ നിന്നാണ് നമുക്ക് ഇതിന്റെ ആൻസറും ഇതിന്റെ സൊല്യൂഷനും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. കാരണം ഇവിടെ ആൽഫ നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്. ആൽഫ എന്ന് പറയുന്നത് ഇവിടെ അറിയില്ല, ഗാമ തന്നിട്ടുണ്ട്. ആ ഗാമയിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, ആദ്യം ബീറ്റ കണ്ടുപിടിക്കുക. ഗാമ ഈക്വൽ ടു ബീറ്റ പ്ലസ് 1 ആണ്. സോ ബീറ്റ ഇവിടെ ഗാമ 10 ആകുമ്പോൾ ബീറ്റ എന്ന് പറയുന്നത് 9 ആയിരിക്കും. ബീറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൽഫ ഈസി ആയിട്ട് ഈ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. ബീറ്റ ബൈ 1 പ്ലസ് ബീറ്റ ദെൻ ഈക്വൽ ടു 9 ബൈ 1 പ്ലസ് 9 ബൈ 10 ഈക്വൽ ടു 0.9 വരും. ഇവിടെ ഓപ്ഷൻസിൽ 0.9 ഉണ്ടോ എന്ന് നോക്കുക. ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ വരിക. അതിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ റിലേഷൻഷിപ്പ് കൂടെ ഒന്ന് പറയാം. നമുക്ക് 3 കോൺഫിഗറേഷൻ ആണുള്ളത്, കോമൺ ബേസ്, കോമൺ എമിറ്റർ, ദെൻ കോമൺ കളക്ടർ. ഇതിൽ നമ്മൾ അതിന്റെ ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നത് കോമൺ ബേസിൽ IE ആയിരിക്കും, കോമൺ എമിറ്റർ IB, അതേപോലെ കളക്ടറിലും IB തന്നെയാണ് ഇൻപുട്ട് കറണ്ട്. ഔട്ട്പുട്ട് കറണ്ട്, ഇൻപുട്ട് കറണ്ട് ഇതാണ്. ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് IC ആയിരിക്കും, കോമൺ എമിറ്ററിലും IC ആയിരിക്കും. നമ്മുടെ കോമൺ കളക്ടറിൽ മാത്രം ഔട്ട്പുട്ട് കറണ്ട് IE ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ നോക്കുമ്പോൾ നമുക്കറിയാം ഔട്ട്പുട്ട് കറണ്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറണ്ട് ആണ്. നമ്മുടെ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഓഫ് കോമൺ ബേസിനെ എന്താ പറയുക, ആൽഫ എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. അതിന്റെ ഇക്വേഷൻ IC ബൈ IE ആയിരിക്കും. അതേപോലെ ബീറ്റ എന്ന് പറയുന്നത് IC ബൈ IB ആയിരിക്കും. അതേപോലെ ഇവിടെ ഗാമ എന്ന് പറയുന്നത് IE ബൈ IB ആയിരിക്കും. ഔട്ട്പുട്ട് കറണ്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറണ്ട് ആണ്. അതേപോലെ നമുക്ക് തമ്മിലുള്ള റിലേഷനും കൂടെ ഓർത്തിരിക്കാം. ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ ബൈ 1 പ്ലസ് ബീറ്റ, ബീറ്റ ഈക്വൽ ടു ആൽഫ ബൈ 1 മൈനസ് ആൽഫ, ഗാമ ഇസ് ഈക്വൽ ടു ബീറ്റ പ്ലസ് 1. ഓക്കെ, അത് മാത്രമല്ല ഇതിൽ നമ്മൾ ഓർത്തിരിക്കുക വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് കോമൺ ബേസിന്റെയും കോമൺ എമിറ്ററിന്റെയും മീഡിയം ആയിരിക്കും. അതേപോലെ കോമൺ കളക്ടറിന്റെ കേസിൽ ലെസ് ദാൻ 1 ആയിരിക്കും വോൾട്ടേജ് ഗെയിനിന്റെ
കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ ടേബിള് ഓർത്ത് വെച്ചേക്കുക. പല ക്വസ്റ്റ്യൻസും PSC ചോദിക്കാറുണ്ട്. നമ്മൾ ആൽഫ ബീറ്റ ഗാമ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഓർത്തേക്കുക. ഇവിടെ ഓപ്ഷൻ C 0.9 ആണ് റൈറ്റ് ആൻസർ. മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The upper cutoff frequency of an RC coupled amplifier is mainly due to. upper cutoff frequency എന്ന് പറയുന്നത് എന്തിനെയാണ് മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഇവിടെ ഓപ്ഷൻ D ഇന്റർ ഇലക്ട്രോഡ് കപ്പാസിറ്റൻസ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ വരിക. നമുക്ക് പല കപ്പാസിറ്റേഴ്സ് RC coupled ആംപ്ലിഫയേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിലെ ഇന്റർ ഇലക്ട്രോഡ് കപ്പാസിറ്റൻസ് ആണ് നമ്മുടെ അപ്പർ കട്ടോഫ് ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന, ഡയറക്ട്ലി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത്. നമുക്ക് RC coupled ആംപ്ലിഫയറിന്റെ ഫിഗർ ഒന്ന് ചെക്ക് ചെയ്യാം. RC coupled ആംപ്ലിഫയറിന്റെ ഫിഗർ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ട്രാൻസിസ്റ്റർ ആണ്. ഇവിടെ NPN ട്രാൻസിസ്റ്റർ എടുക്കുക. എന്നിട്ട് നമ്മൾ അതിന്റെ ഫിഗർ നോക്കുമ്പോൾ നമ്മൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്, അതേപോലെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെയാണ് വോൾട്ടേജ് ഡിവൈഡർ ബയാസ് യൂസ് ചെയ്യുന്നത്, അതിന് 2 റെസിസ്റ്റേഴ്സ് ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് കപ്പാസിറ്റേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട്പുട്ടിൽ ഒരു കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, VCC കൊടുക്കുന്നു, DC വോൾട്ടേജ് കൊടുക്കുന്നു. ഇവിടെ ഒരു ബൈപ്പാസ് കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇൻപുട്ടിലും ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ട്. ഇതിന് നെയിം കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ ബയാസിന് യൂസ് ചെയ്യുന്ന R1 R2, ദെൻ ഇത് കളക്ടറിന് അക്രോസ് ഉള്ള റെസിസ്റ്റൻസ് RC, ഇത് എമിറ്റർ ടെർമിനലിലെ റെസിസ്റ്റൻസ് RE, ഇത് കപ്ലിംഗ് കപ്പാസിറ്റർ എമിറ്റർ ടെർമിനലിലെ. അതേപോലെ ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും, കപ്ലിംഗ് കപ്പാസിറ്റർ ഇൻ ദ കളക്ടർ ടെർമിനൽ. ഇതിൽ തന്നെ നോക്കുമ്പോൾ നമുക്കറിയാം ഇത് CB ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ്. 2 കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നു, CBയും CCയും. അതേപോലെ ഒരു ബൈപ്പാസ് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നു, CE. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്ന ഇന്റർ ഇലക്ട്രോഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്, അതായത് ഇതിനുള്ളിൽ വരുന്ന ഈ ഇലക്ട്രോഡ് കപ്പാസിറ്റൻസ് ആണ്. അതായത് എന്തിന്റെയൊക്കെ അക്രോസ്, എമിറ്ററിന്റെയും ബേസിനും അക്രോസ് ഒരെണ്ണം ഉണ്ട്. അതേപോലെ തന്നെ കളക്ടറിനും ബേസിനും അക്രോസ് ഉണ്ടാവുന്ന ഈ ഇന്റർ ഇലക്ട്രോഡ് കപ്പാസിറ്റേഴ്സിന്റെ ഡ്യൂട്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. അത് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസിയെയാണ് മെയിൻ ആയിട്ടും അഫക്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് നോക്കാം, കളക്ടർ ടെർമിനലിലും ബേസ് ടെർമിനലിലും ഓരോ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് ഉണ്ട്. അതിന്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസൊലേറ്റ് DC വോൾട്ടേജ് ബിറ്റ്വീൻ ആംപ്ലിഫയർ എന്നുള്ളതാണ്. എന്ത് ചെയ്യുന്നു, ഐസൊലേറ്റ് ചെയ്യുന്നു DCയെ. അതേപോലെ തന്നെ എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് CE ആണ്. അത് നമ്മുടെ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിയാണ് ഡയറക്ട്ലി ഡിപ്പെൻഡ് ചെയ്യുന്നത്, ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി. ഓക്കെ, പിന്നെ നമുക്കറിയാം ഇപ്പൊ പറഞ്ഞ 2 ഇന്റർ ഇലക്ട്രോഡ് കപ്പാസിറ്റൻസ് യൂസ് ചെയ്യുന്നത് ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി ആയിരിക്കും. ഈ 2 പോയിന്റ് ഓർത്ത് വെച്ചേക്കാം. CE ഡിപ്പെൻഡ് ചെയ്യുന്ന ഡയറക്ട്ലി ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും, അതേപോലെ ഇന്റർ ഇലക്ട്രോഡ് കപ്പാസിറ്റൻസ്, അതാണ് ഈ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന 2 കപ്പാസിറ്റേഴ്സ്, അത് ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുക. ഇവിടെ ഓപ്ഷൻ D ആണ് റൈറ്റ് ആൻസർ, ഇന്റർ ഇലക്ട്രോഡ് കപ്പാസിറ്റൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A common emitter transistor amplifier without emitter bypass capacitor has following parameter. ഇവിടെ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്, RL equal to 100 kilo ohm എന്നാണ്. അതേപോലെ എമിറ്റർ റെസിസ്റ്റൻസ് RE equal to 10 kilo ohm എന്നാണ്. അതേപോലെ ഇവിടെ HFE എന്ന് പറയുന്നത് 100 എന്നും തന്നിട്ടുണ്ട്. ഇറ്റ്സ് വോൾട്ടേജ് ഗെയിൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് വോൾട്ടേജ് ഗെയിനിനെ AV എന്ന് ഇൻഡിക്കേറ്റ് ചെയ്താൽ ഇവിടെ നമുക്ക് പറയാൻ പറ്റും എന്താണ്, RL ഡിവൈഡഡ് ബൈ RE ആയിരിക്കും. അതായത് ലോഡിന് അക്രോസ് ഉള്ള റെസിസ്റ്റൻസ് RL ഡിവൈഡഡ് ബൈ എമിറ്റർ റെസിസ്റ്റൻസ് RE ആയിരിക്കും നമ്മുടെ ഇവിടുത്തെ വാല്യൂ. ദെൻ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 100 കിലോ ഓം ഡിവൈഡഡ് ബൈ 10 കിലോ ഓം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 10 എന്നാണ് ഇവിടുത്തെ വോൾട്ടേജ് ഗെയിൻ വരുന്നത്. ഇവിടെ ഓപ്ഷൻ D 10 എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ വിച്ച് ഹാസ് ബോത്ത് വോൾട്ടേജ് ആൻഡ് കറണ്ട് ഗെയിൻ ഉള്ള കോൺഫിഗറേഷൻ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം അത് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. ഓപ്ഷൻ A ആണ് റൈറ്റ് ആൻസർ. അതുപോലെ തന്നെ ഹൈ ഗെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മുടെ കോമൺ എമിറ്റർ ആംപ്ലിഫയറിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വൈഡ്ലി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ് എന്തുള്ളത്, വോൾട്ടേജ് ഗെയിനും ഉണ്ട്, കറണ്ട് ഗെയിനും ഉണ്ട്. ഓക്കെ, വോൾട്ടേജ് ഗെയിനും ഉണ്ട്, കറണ്ട് ഗെയിനും ഉണ്ട്. രണ്ടും അവൈലബിൾ ആയിട്ടുള്ളത് എന്തിനാണ്, കോമൺ എമിറ്ററിനാണ്. അതേപോലെ തന്നെ കളക്ടർ, നമ്മൾ ബാക്കി ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ കോമൺ കളക്ടർ കോൺഫിഗറേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് ഗെയിൻ ഉണ്ടാവില്ല. കോമൺ കളക്ടർ കോൺഫിഗറേഷൻ എടുക്കുകയാണെങ്കിൽ അതിന് നോ വോൾട്ടേജ് ഗെയിൻ ആണ്. അതേപോലെ കറണ്ട് ഗെയിൻ ഹൈ ആയിരിക്കും. ഓക്കെ, കറണ്ട് ഗെയിൻ ഹൈ ആയിരിക്കും. കറണ്ട് ഗെയിൻ ഹൈ ആയിട്ടുള്ളതും വോൾട്ടേജ് ഗെയിൻ കുറവായിട്ടുള്ള കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് കോമൺ കളക്ടർ ആണ്. അതേപോലെ കോമൺ ബേസ്
നമ്മുടെ ഓപ്ഷൻ ബി ആയിട്ടുള്ള കോമൺ ബേസിലാണെങ്കിൽ കറണ്ട് ഗെയിൻ കുറവായിരിക്കും. കറണ്ട് ഗെയിൻ കുറവും, കാരണം കോമൺ കളക്ടറിൽ നേരെ ഓപ്പോസിറ്റ്. അതേപോലെ വോൾട്ടേജ് ഗെയിൻ ഹൈ ആയിരിക്കും. ഓക്കെ, പക്ഷെ രണ്ട് ഗെയിനും അവൈലബിൾ ആയിട്ടുള്ളത് ഏതിനായിരിക്കും? കോമൺ എമിറ്റർ കോൺഫിഗറേഷന് മാത്രമാണ്. ഹൈ വോൾട്ടേജ് ഗെയിനും ആയിരിക്കും, അതേപോലെ കറണ്ട് ഗെയിനും ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ഈസ് എ, നമ്മൾ BJT പഠിക്കുമ്പോൾ ബേസിക് ആയിട്ടും ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പഠിക്കുന്ന കാര്യമാണ് BJT ഈസ് എ കറണ്ട് കൺട്രോൾഡ് കറണ്ട് ഡിവൈസ്. ഓക്കെ, BJT എന്ന് പറയുന്നത് കറണ്ട് കൺട്രോൾഡ് കറണ്ട് ഡിവൈസ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. കാരണം ഇവിടെ എങ്ങനെയാ സംഭവിക്കുന്നത്? ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് ഈസ് കൺട്രോൾഡ് ബൈ ഇൻപുട്ട് കറണ്ട് ആണ് പെടുന്നു. ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ് കറണ്ട് കൺട്രോൾഡ് കറണ്ട് ഡിവൈസ് എന്ന് അറിയപ്പെടുന്നു. നമുക്കറിയാം വേറൊരു കറണ്ട് ഡിവൈസ് ഉണ്ട്, മോസ്ഫെറ്റ്, ജെഫെറ്റ് ഒക്കെ വരുന്നത്. ജെഫെറ്റ്, മോസ്ഫെറ്റ് ഒക്കെ വരുന്നത് FET എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. അവയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് ഡിവൈസ് ആണ്. ഓക്കെ, അപ്പൊ ഈ വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് ഡിവൈസ് എന്ന് പറയുന്നതിന് എക്സാമ്പിൾസ് ആണ് നമ്മുടെ ജെഫെറ്റും മോസ്ഫെറ്റും ഒക്കെ. അതേപോലെ വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് ഡിവൈസ്, അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിപ്പെൻഡ് ഓൺ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ഓപ്പാമ്പ്. 741 ഓപ്പാമ്പ് ഉണ്ടല്ലോ, 741 ഓപ്പാമ്പ് എന്ന് പറയുന്നത് നമ്മുടെ വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് ഡിവൈസിന് എക്സാമ്പിൾ ആണ്. ഇവിടെ നമ്മുടെ BJT എന്ന് പറയുന്നത് ഒരു കറണ്ട് കൺട്രോൾഡ് കറണ്ട് സോഴ്സ് ആണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the phase difference between the input and output voltages of a common base transistor. നമ്മൾ ഈ വീഡിയോയുടെ തന്നെ ഫസ്റ്റിൽ പറഞ്ഞിരുന്നു കോമൺ എമിറ്ററിന്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണെന്ന്. അതേപോലെ തന്നെ കോമൺ ബേസിന്റെ കേസിലും കോമൺ കളക്ടറിന്റെ കേസിലും ഫേസ് ഡിഫറൻസ് ഇല്ല, ഫേസ് ഡിഫറൻസ് 0 ആയിരിക്കും. ഇൻപുട്ടിൽ നമ്മൾ കൊടുക്കുന്ന സിഗ്നലിന്റെ അതേ ഫേസ് തന്നെ ആയിരിക്കും, ഇൻ ഫേസ് വിത്ത് ഇൻപുട്ട് സിഗ്നൽ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ ഡി എന്താന്ന് പറയാം? ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയാം. 0 ഡിഗ്രി ആണ് റൈറ്റ് ആൻസർ വരിക. മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 ആംപ്ലിഫയേഴ്സ് വിത്ത് വോൾട്ടേജ് ഗെയിൻസ്. ഇവിടെ വോൾട്ടേജ് ഗെയിൻ 2 ആംപ്ലിഫയേഴ്സിന്റെ തന്നിട്ടുണ്ട്, 20 dB എന്നും തന്നിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഇതിന്റെ, സെക്കൻഡിൻ്റെത് 30 dB എന്നും തന്നിട്ടുണ്ട്. അപ്പൊ ഇതില് എന്താണ് ദ ഓവറോൾ വോൾട്ടേജ് ഗെയിൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം വോൾട്ടേജ് ഗെയിൻ dBയിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 20 log AV എന്നുള്ളതാണ്. പക്ഷെ നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്? ഈ DBയിലുള്ള ഗെയിൻ തന്നെ തന്നിട്ടുണ്ട്. ഇവിടെ കാസ്കേഡഡ് ആണ്, 2 ആംപ്ലിഫയേഴ്സ് കാസ്കേഡ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഫസ്റ്റ് ആംപ്ലിഫയറിന്റെ ഗെയിൻ ഇൻ DB പ്ലസ് സെക്കൻഡ് ആംപ്ലിഫയറിന്റെ ഗെയിൻ ചെയ്താൽ മതിയാവും. ദെൻ A ടോട്ടൽ എന്ന് പറയുന്നത് ഇവിടെ AV1 പ്ലസ് AV2 ആയിരിക്കും. ദെൻ നമുക്കിവിടെ 20 പ്ലസ് 30 ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 50 dB ആൻസർ വരും. സോ ഇവിടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. എന്താണ്? 50 dB എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ണർ, ക്ലിക്ക് ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.